ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് നമ്മെപ്പറ്റി വളരെ വിശദമായി മനസ്സിലാക്കാനുള്ള ഒരു ശാസ്ത്രമാണ്. നമ്മളെപ്പോഴും വിചാരിക്കും നമുക്ക് നമ്മളെപ്പറ്റി വളരെ കൂടുതലായിട്ട് അറിയാവുന്ന. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കുറവ് അറിയാവുന്നത് നമ്മളെപ്പറ്റിയാണ്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ബഹിർമുഖമാണ്. നമ്മളിങ്ങനെ പുറത്തേക്കുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലേക്ക് നോക്കുന്നവർ അപൂർവമാണ്. അപ്പോൾ ഈ ചില വ്യക്തിബന്ധങ്ങളിലുള്ള പ്രോബ്ലംസായിട്ട് ആളുകൾ സമീപിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിവാഹബന്ധങ്ങളിൽ അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ, ഏത് തരത്തിലുള്ള ബന്ധങ്ങളായാലും പ്രോബ്ലങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ മറ്റേ ആളിലാണ് കുറ്റം ആരോപിക്കുക. അതായത് ഇന്ന വ്യക്തി ഈ രീതിയിൽ എന്നോട് പെരുമാറിയത് കൊണ്ട് എനിക്ക് ദുഃഖം ഉണ്ടാകുന്നു എന്നാണ് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുക. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. നമ്മളുടെ ജാതകത്തിൽ ഈ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നമുക്ക് ദുഃഖമുണ്ടാകാനുള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഈ വ്യക്തിയിലേക്ക്, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണത്, അത് നമ്മൾ ഈ വ്യക്തിയിലേക്ക് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മനസ്സ് അനാരോഗ്യകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതേ സാഹചര്യങ്ങളിൽ തന്നെ ഇതേ വ്യക്തികൾ തന്നെ നമ്മളോട് ഇതിനു മുൻപോ അല്ലെങ്കിൽ വേറൊരു അവസരത്തിലോ ഇങ്ങനെ പെരുമാറിയാൽ നമ്മുടെ മനസ്സ് ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ പൂർവ്വജന്മാർജിതമായിട്ടുണ്ടായിട്ടുള്ള സംസ്കാരം കൊണ്ട് ഈ സമയത്ത് ദുഃഖം അനുഭവിക്കണം എന്നുള്ളതാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഈ വ്യക്തി ഒരു ഉപാധിയാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വാസനാരൂപത്തിലിരിക്കുന്ന മനസ്സിൻ്റെ സംവേദനങ്ങളിൽ വ്യത്യാസമുണ്ടാകും. അത് നമ്മളുടെ ചിന്തകളെയും നമ്മുടെ ശരീര സംവേദനങ്ങളെയും ഒക്കെ മാറ്റി നമ്മൾക്ക് ആ സമയത്തെ ആരോഗ്യകരമായ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ആ സമയത്ത് നമ്മൾ പ്രാണായാമം ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക, ധ്യാനം ചെയ്യുക, അല്ലെങ്കിൽ ഈ വ്യക്തിയെ നമ്മൾ ആ വ്യക്തിയായിട്ട് തന്നെ കാണുക. ഈ അനുഭവം നമ്മൾ ക്ഷണിച്ചു വരുത്തിയതാണ്. ഇത് നമ്മളുടെ ഒരു കർമ്മ അനുഭവമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ സാഹചര്യത്തോട് നമ്മളുടെ പ്രതികരണം എങ്ങനെയാണോ, നമ്മുടെ മനസ്സിൻ്റെ, നമ്മളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ആ സംവേദനം എങ്ങനെയാണോ അതനുസരിച്ചാണ് നമ്മളിൽ ആ ദുഃഖം ഉണ്ടാകുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുന്ന നിമിഷം തന്നെ ആ വേദനയുടെ അല്ലെങ്കിൽ ആ എന്താണോ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിൻ്റെ സംവേദനക്ഷമതയ്ക്ക് വ്യത്യാസം വരും. അതിനുള്ള ധാരാളം ടെക്നിക്കുകൾ നമ്മൾക്ക് ഉപയോഗിക്കാം. അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അനവധി മാർഗങ്ങളുണ്ട്. അതിന് നമ്മളുടെ എനർജി സെൻറ്റേഴ്സ്, ചക്രാസ് എന്ന് പറയുന്ന എനർജി സെൻറ്റേഴ്സ് പോസിറ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് സന്തോഷം ഉണ്ടാകും. അതായത് നമ്മുടെ പ്രാണ ഹൈ ആയിരിക്കുന്ന സമയത്ത്, പ്രാണയുടെ ലെവല് താഴ്ന്നിരിക്കുന്ന സമയത്താണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാണ ഉയർത്തത്തക്ക രീതിയിലുള്ള പ്രവൃത്തികൾ, ആഹാര രീതികൾ അല്ലെങ്കിൽ ജീവിതചര്യകൾ ഒക്കെ നമുക്ക് അനുഷ്ഠിക്കാം. മന്ത്രോച്ചാരണം ചെയ്യാം, ദാനം ചെയ്യാം, പുണ്യപ്രവൃത്തികൾ ചെയ്യാം, തീർത്ഥയാത്രകൾ ചെയ്യാം. അനവധി മാർഗങ്ങളുണ്ട്.